ഓക്കെ റെഡി. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം തന്നിട്ടുള്ള ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു നമുക്ക്. ആ ജേണൽ എൻട്രി ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ തുടങ്ങാം. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കട്ടെ. എല്ലാവരും ആ നോട്ട് ബുക്ക് ഒക്കെ ഒന്ന് എടുത്തു നോക്കൂ. നമുക്ക് ആൻസർ ഒന്ന് നോക്കാമല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഹിമാൻഷു അല്ലേ? ഹിമാൻഷു 2017 December 1 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റുപ്പീസ് 75,000. അവിടെ മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് അതൊന്ന് എഴുതി നോക്കാം. ജേർണൽ എൻട്രിയുടെ ഏതെങ്കിലും ഒരു ഫോർമാറ്റ് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ജസ്റ്റ് സെക്കൻഡ്. യെസ്, ഓക്കെ. ഇതൊരു ജേർണൽ എൻട്രി നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ജേർണൽ എൻട്രി ആണ്. നമ്മൾ അതിൽ കറക്റ്റ് ചെയ്യാണ്. ഓക്കെ, ഒരു സുഖം കിട്ടും, ഒരു ഫോർമാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഒന്നാമത്തെ ജേർണൽ എൻട്രി നമ്മൾ ചെക്ക് ചെയ്യുന്നു. 2017 December 1. അപ്പൊ നമ്മൾ ഡേറ്റ് മാറ്റി ആദ്യം. ഫോർമാറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 1 second. നമ്മൾ ആദ്യം ഡേറ്റ് എഴുതി 2017. എന്തൊരു പ്രശ്നമുണ്ടല്ലോ. എന്തൊക്കെ പ്രശ്നമുണ്ട്? കീബോർഡ് പ്രോപ്പർലി വർക്ക് ചെയ്യണില്ല കേട്ടോ. ഓക്കെ, എന്നാ ഞാൻ പറയാം. റെഡി? ഞാൻ തൽക്കാലം കീബോർഡ് ടൈപ്പ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ടൈപ്പിംഗ് കീബോർഡിന് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നതല്ല ടൈപ്പ് ആവുന്നത്. ഓക്കെ ലിസൺ, നമ്മളിവിടെ ഡേറ്റ് എഴുതി അല്ലേ? 2017 December 2001 എന്നാണ്. December 1. ഓക്കെ, ഏതിൽ നടക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോരെ അല്ലേ? ഹലോ, പറഞ്ഞാ പോരെ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യും. വേറെ രക്ഷയില്ല, ഒരു ഓപ്ഷൻ അല്ല എൻ്റെ അടുത്ത്. ഞാൻ പറയാം. നോക്കൂ, ഞാൻ ജേർണൽ എൻട്രി പറയും, നിങ്ങളത് കറക്റ്റ് ചെയ്തണം കേട്ടോ. ഫോർമാറ്റ് ഒക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കാണ്. 2017 December 1 ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് റുപ്പീസ് 75,000. എങ്ങനെയാണ് നമ്മൾ എഴുതുക? അത് ഒന്ന് പറയൂ. ഡേറ്റ് കോളത്തിൽ നമ്മൾ എന്ത് എഴുതും? 2017 December 1 എഴുതും. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്റ്റുകൾ ഏതാണ്? ഒന്ന് ക്യാഷും ഒന്ന് ഏതാണ്? ക്യാഷും ക്യാപിറ്റൽ. അപ്പൊ ക്യാഷ് ഫസ്റ്റ് ലൈനിൽ നമ്മൾ ക്യാഷ് എന്നാണ് എഴുതുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എഴുതിയിട്ട് 75,000 എഴുതും. ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയിട്ട് 75,000 ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. ബ്രാക്കറ്റിൽ നമ്മൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷിനോ അല്ലെങ്കിൽ സ്റ്റാർട്ടഡ് ബിസിനസ് മാത്രമോ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കും. ക്ലിയർ? അപ്പൊ ഒന്നാമത്തെ ജേർണൽ എൻട്രി കഴിഞ്ഞു. രണ്ടാമത്തത്
ഡിസംബർ 7 ആണ് അല്ലെ? ഡിസംബർ 7 ആണ്. അപ്പൊ ഡേറ്റ് കോളത്തിൽ നമ്മൾ 2017 ഡിസംബർ 7 എന്ന് എഴുതിയിട്ട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 10,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 10,000 എന്ന് പറയുമ്പോൾ എന്താ വരിക? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 10,000 എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ടുകൾ ഉണ്ടാവും. ഒന്ന് ഏതാണ്? പർച്ചേസ്. മറ്റൊന്ന് പർച്ചേസ് ഉറപ്പായിട്ടും ഒന്ന് പർച്ചേസ് ആയിരിക്കും, മറ്റേത് ക്യാഷ് വാങ്ങി എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഒന്ന് ഏതാണ് ഡെബിറ്റ്, ഏതാണ് ക്രെഡിറ്റ്? പർച്ചേസ് ആണ് ഡെബിറ്റ്, ക്യാഷ് ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ ഡേറ്റ് എഴുതി, അതിനുശേഷം പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ എന്ന് എഴുതിയിട്ട് ഏതാ? എന്നോടാണോ ചോദിച്ചല്ലോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് റുപ്പീസ് 10,000 എന്ന് പറയുമ്പോൾ ഒന്ന് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 10,000 എഴുതും, രണ്ടാമത്തത് ക്രെഡിറ്റിൽ ക്യാഷ് 10,000 എന്ന് എഴുതി വെക്കും. പർച്ചേസ് അക്കൗണ്ട് 10,000 ആൻഡ് ക്യാഷ് 10,000. മൂന്നാമത്തത് ഡിസംബർ 9 സോൾഡ് ഗുഡ്സ് ടു സ്വാതി റുപ്പീസ് 5,000. സോൾഡ് ഗുഡ്സ് ടു സ്വാതി റുപ്പീസ് 5,000 എന്ന് പറയുമ്പോൾ ആൻസർ ഇതാണ്. ഡിസംബർ 9 ഡേറ്റ് എഴുതും, എന്നിട്ട് സോൾഡ് ഗുഡ്സ് ടു സ്വാതി റുപ്പീസ് 5,000 എന്ന് പറഞ്ഞാൽ സ്വാതിക്ക് നമ്മൾ കടത്തിന് സാധനങ്ങൾ വിറ്റു എന്നാണ് അർത്ഥം. സാധനങ്ങൾ കടത്തിന് വിറ്റു എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പൊ സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്പെക്ട് സെയിൽസ് ആയിരിക്കും, മറ്റേത് സ്വാതി ആയിരിക്കും. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ആയിരിക്കും, അല്ലെങ്കിൽ സ്വാതി ആയിരിക്കും. അപ്പൊ ഏതാണ് ഡെബിറ്റ് ഇതിൽ? സ്വാതി ആണോ സെയിൽസ് ആണോ? സ്വാതിയാണ്. കാരണം സ്വാതി എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ആണ്. സ്വാതി അക്കൗണ്ട് ഡെപ്റ്റർ സ്വാതി അക്കൗണ്ട് ഡെപ്റ്റർ സെയിൽസ് അക്കൗണ്ട് എന്നാണ് വരിക. 5,000 ആൻഡ് 5,000 രണ്ട് കോളത്തിൽ എമൗണ്ട് എഴുതി വെക്കും. അപ്പൊ ജേണൽ എൻട്രി ഇതാണ്, സ്വാതി അക്കൗണ്ട് ഡെപ്റ്റർ സെയിൽസ് അക്കൗണ്ട്. അതവിടെ എഴുതണേ. നിങ്ങൾ കറക്റ്റ് ചെയ്ത് പോകണം കേട്ടോ. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതിയതും കൂടി ഒന്ന് കറക്റ്റ് ചെയ്ത് പോകണേ. ദെൻ ഡിസംബർ 12 ഡിസംബർ 12 പർച്ചേസ്ഡ് ഫർണിച്ചർ റുപ്പീസ് 3,000. പർച്ചേസ്ഡ് ഫർണിച്ചർ റുപ്പീസ് 3,000 3000. ഫർണിച്ചർ വാങ്ങി എന്ന് പറയുമ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാലാണ് ഒരു ആസ്പെക്ട് പർച്ചേസ് ആവുക. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ റീസെയിൽ, വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. സോ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്പെക്ട് പർച്ചേസ് ആയിരിക്കും വിൽക്കുമ്പോൾ. സോൾഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്പെക്ട് സെയിൽസും ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പർച്ചേസ്ഡ് ഫർണിച്ചർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫർണിച്ചർ ഗുഡ്സ് വാങ്ങും പോലെ കാണേണ്ട ആവശ്യമില്ല. പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് പറയുമ്പോൾ രണ്ട് ആസ്പെക്ട് ഏതാണ് വരിക എന്ന് ചോദിച്ചാൽ ഒന്ന് ഫർണിച്ചർ ആണ്, രണ്ട് ക്യാഷ് ആണ് വരിക. ഓക്കെ, ഒന്ന് ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ആണ്. അസറ്റ് ഇവിടെ കൂടിയതാണ്. സോ ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഡെബിറ്റ് ചെയ്യും. ക്യാഷ് പോയതാണ്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞതാണ്. അതുകൊണ്ട് ക്യാഷിന് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. ഡിസംബർ 12 പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ 3,000, ക്യാഷ് അക്കൗണ്ട് 3,000. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? ഒരു ജവാബ് കിട്ടുന്നില്ലല്ലോ പഠിച്ചോനെ. ഹലോ, ഉണ്ടോ അവിടെ? ഡിസംബർ 18 ഡിസംബർ 18 ക്യാഷ് റിസീവ്ഡ് ഫ്രം സ്വാതി ഇൻ ഫുൾ സെറ്റിൽമെന്റ് റുപ്പീസ് 4,000. അതിലൊരു ചെറിയ പ്രതിസന്ധി ഉണ്ട്. നമ്മൾ അതിന്റെ വലിയ കോംപ്ലിക്കേഷനിലേക്ക് പോകുന്നില്ല. ട്രേഡ് ഡിസ്കൗണ്ടിന്റെയും ക്യാഷ് ഡിസ്കൗണ്ടിന്റെ ഒരു കേസൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല് സ്വാതിന്റെ അടുത്ത് നിന്ന് പൈസ കിട്ടി 4,000 എന്ന് മാത്രം കണക്കാക്കുക. അങ്ങനെ കണക്കാക്കി നമ്മൾ മൂവ് ചെയ്യാണ്. ചില ക്വസ്റ്റ്യൻ തന്ന സമയത്ത് ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ചെയ്യാൻ വിട്ടുപോയതാണ്. ക്യാഷ് റിസീവ്ഡ് ഫ്രം സ്വാതി ഇൻ ഫുൾ സെറ്റിൽമെന്റ് റുപ്പീസ് 4,000 എന്ന് പറഞ്ഞാൽ സ്വാതിക്ക് നമ്മൾ നേരത്തെ സാധനങ്ങൾ വിറ്റിരുന്നു 5,000-ന്. ഇപ്പൊ നമ്മൾ 4,000 രൂപയാണ് കിട്ടിയത്. അത് സെറ്റിൽ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ 1,000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തൊരു കേസ് ഉണ്ട്. അത് നമുക്ക് അത് പറയുമ്പോൾ പറയാൻ തോന്നും. ഇപ്പൊ തൽക്കാലം സ്വാതിന്റെ അടുത്ത് നിന്ന് പൈസ കിട്ടി 4,000 എന്ന് പറയുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. ദെൻ സ്വാതി എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞു. കാരണം സ്വാതിന് പൈസ തരാനില്ലല്ലോ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സ്വാതി അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് 4,000. അവിടെ ശരിക്കും ഒരു ഡിസ്കൗണ്ട് കൂടി വേണ്ടതുണ്ട് 1,000. എന്നിട്ട് സ്വാതി അക്കൗണ്ട് 5,000 ആണ് എഴുതേണ്ടത്. അത് നമുക്ക് തൽക്കാലം ഇങ്ങനെ എഴുതി വെക്കാം. ക്യാഷ് അക്കൗണ്ട് 4,000, സ്വാതി അക്കൗണ്ട് 4,000. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 4,000, സ്വാതി അക്കൗണ്ട് 4,000 എന്നാണ് അത് എഴുതി വെക്കേണ്ടത്. ദെൻ ഡിസംബർ 25 ഡിസംബർ 25 പെയ്ഡ് റെന്റ് റുപ്പീസ് 1,000. വാടക കൊടുത്തു 1,000 രൂപ എന്നാണ്. പെയ്ഡ് റെന്റ് റുപ്പീസ് 1,000.
1000 രൂപ വാടക കൊടുത്തു. എന്താ സംഭവിക്കുക? പെയ്ഡ് റെന്റ് റുപ്പീസ് 1000 എന്ന് പറയുമ്പോൾ പെയ്ഡ് റെന്റ് റുപ്പീസ് 1000 എന്ന് പറയുമ്പോൾ റെന്റ് കൊടുത്തു. റെന്റ് ഒരു എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് ഇൻക്രീസ് ആയതാണ്. സോ റെന്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ജേണൽ എൻട്രി ഇതാണ്. ഡിസംബർ 25 ഡേറ്റ് എഴുതിയിട്ട് റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് അക്കൗണ്ട് 1000 and 1000. Rent account debtor, cash account 1000 and 1000. And the last transaction December 30, 30 തന്നെ paid salary rupees 1500. Paid salary എന്ന് പറയുമ്പോൾ സാലറി കൊടുത്തു എന്നാണ്, റെന്റ് കൊടുത്ത പോലെ തന്നെയാണ്. Paid salary, salary account debtor to cash account. Date എഴുതുക 30. സാലറി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തതാണ്. അപ്പൊ സാലറി ഡെബിറ്റ് ചെയ്തു, ക്യാഷ് ക്രെഡിറ്റ് ചെയ്തു. സാലറി അക്കൗണ്ട് 1000, അക്കൗണ്ട് ഡെപ്റ്റർ 1500, cash account 1500. Okay. Next one. കഴിഞ്ഞല്ലോ, ആ പ്രോബ്ലം കഴിഞ്ഞു. അത് വരെയൊക്കെ വരച്ചിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അപ്പൊ ഇതെല്ലാം ശരിയായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയായിട്ടില്ലെങ്കിൽ അത് ശരിയാക്കണം. ആ രീതിയിലാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതേണ്ടത്. നമ്മൾ ഏതെങ്കിലും സ്കൂൾ തുറക്കുകയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് ഒന്നുകൂടി ജേണൽ എൻട്രീസ് ഒക്കെ ഒന്നുകൂടി എഴുതി പഠിക്കേണ്ടതുണ്ട്. കാരണം അത് പഠിക്കൽ ഇതിന്റെ ബേസിക് സംഭവം ആയതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. സോ വി ആർ ഗോയിങ് ടു സെക്കൻഡ് ട്രാൻസാക്ഷൻ. രണ്ടാമത്തെ ട്രാൻസാക്ഷൻസിലേക്ക് പോവാണ്. രണ്ടാമത്തെ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ജേർണലൈസ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് മിസ് ബ്യൂട്ടി ട്രേഡേഴ്സ്. സോറി, ബ്യൂട്ടി ട്രേഡേഴ്സിന്റെ കുറച്ച് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. വി ഹാവ് ടു ജേർണലൈസ് ദാറ്റ്. നമ്പർ 1, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 2 lakh. 2 ലക്ഷം രൂപയുമായിട്ട് നമ്മൾ ബിസിനസ് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നോ ഡൗട്ട് ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, കറക്റ്റ് അല്ലേ? 2017 December 1 ക്യാഷ് അക്കൗണ്ട് ആഫ്റ്റർ ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതിയിട്ട് 2 lakh and 2 lakh എന്ന് അപ്പുറം എഴുതിയാൽ അത് സോൾവ് ആയി. നമ്മൾ എഴുതി. ഇതിനൊക്കെ നരേഷൻ എഴുതണം കേട്ടോ. നരേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യന്റെയും ചെറിയൊരു ബ്രീഫ് ഐഡിയ, ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. നിങ്ങൾ എഴുതേണ്ടതാണത്. ഞാനത് പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് എന്തോ എഴുതാം. ആൾക്കാർക്ക് വായിച്ചാൽ മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് December 2017 December 1 ഡേറ്റ് എഴുതിയിട്ട് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 2 lakh എന്ന് പറയുമ്പോൾ ക്യാഷും ക്യാപിറ്റലും ആണെന്ന് ഒരുപാട് തവണ നമ്മൾ എഴുതി. ക്യാഷ് അക്കൗണ്ട് ആഫ്റ്റർ 2 lakh, ക്യാപിറ്റൽ അക്കൗണ്ട് 2 lakh. ഓക്കെ. then രണ്ട്, bought ഓഫീസ് ഫർണിച്ചർ റുപ്പീസ് 30,000. ഓഫീസ് ഫർണിച്ചർ 30,000 രൂപക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ 30,000 രൂപക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? 30,000 രൂപക്ക് നമ്മൾ ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞാൽ ഒന്ന് ഫർണിച്ചറും ഒന്ന് ക്യാഷും ആയിരിക്കൂലേ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഫർണിച്ചർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അതുകൊണ്ട് ഡേറ്റ് എഴുതുക December 2. ഓഫീസ് ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് അക്കൗണ്ട് 30,000 and 30,000. എന്താ ജേണൽ എൻട്രി? ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ് അക്കൗണ്ട് 30,000 and 30,000. And December 3, December 3, paid into bank to open a current account rupees 1 lakh. 1 ലക്ഷം രൂപ ബാങ്കിൽ കൊടുത്തിട്ട് ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നമ്മൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്താൽ ക്യാഷ് കൊടുക്കണ്ടേ? അപ്പൊ ഏത് അസറ്റാ ഇൻക്രീസ് ചെയ്തെന്ന് ചോദിച്ചാൽ ക്യാഷ് എടുത്തിട്ട് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് ഇൻക്രീസ് ചെയ്യും. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്യും. ക്ലിയർ അല്ലേ? ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടും, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയും. കാരണം ക്യാഷ് എടുത്തിട്ടാണ് നമ്മൾ ബാങ്കിൽ കൊടുക്കുന്നത്. ഇപ്പൊ ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കൂടുന്നു, ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. ക്ലിയർ? അപ്പോ എങ്ങനെയാണ് അതിന് ജേണൽ എൻട്രി വരിക നോക്കുക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരിക. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ഉണ്ടാവില്ല പിന്നെ, സോറി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 1 lakh, ക്യാഷ് അക്കൗണ്ട് 1 lakh. ഡെബിറ്റ് 1 lakh, ക്രെഡിറ്റ് 1 lakh. Sorry. Okay. Next one. 5 December 5 December 5 purchased computer and paid by check rupees 2,50,000. Purchased. ഒരു സെക്കൻഡ്, ഈ ഫാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ.
പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ ആൻഡ് പെയ്ഡ് ബൈ ചെക്ക് റുപ്പീസ് 2,50,000. ഇവിടെ കമ്പ്യൂട്ടർ ആണ് പർച്ചേസ് ചെയ്തത്, കൊടുത്തത് ക്യാഷ് അല്ല ചെക്കാണ്. ചെക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് അത് ബാങ്കിൽ നിന്നല്ലേ പൈസ പോവുക. അപ്പൊ എന്താ സംഭവിച്ചത് നോക്കാം. കമ്പ്യൂട്ടർ വാങ്ങി എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്നല്ലേ പൈസ കുറയുക, ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറയുന്നു. അപ്പൊ എന്താ ജേണൽ എൻട്രി വരാന്നറിയോ? എന്താ ജേണൽ എൻട്രി വരിക? ആരാ ഒന്ന് പറയാ? അഞ്ചാമത്തെ ജേണൽ എൻട്രി എന്താ? ഹലോ, ആരെങ്കിലും ഒരാൾ പറയൂ. Purchase account, Computer debtor, account, bank debtor account. to bank account. പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് വരില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് പറയുക. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്പെക്ട് പർച്ചേസ് ആയിരിക്കും. കാരണം ഗുഡ്സ് എന്തിനുള്ളതാണ്? വീണ്ടും വിൽക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് പർച്ചേസ്. ഇവിടെ പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ഷോപ്പ് ആണെങ്കിൽ അതൊരു ഗുഡ്സ് ആവുള്ളൂ, വിൽക്കാനുള്ളതാവും. ഇത് ഉപയോഗിക്കാൻ വാങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് പർച്ചേസ്ഡ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു അസറ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. അസറ്റ് കൂടുന്നു എന്ന് പറയുമ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ല ഉണ്ടാവുക, ബാങ്കിൽ നിന്നാണ് പൈസ പോയത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ആണ്. അപ്പൊ ജേണൽ എൻട്രി ഇതാണ്. ഡിസംബർ 5 കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ 25,000, ബാങ്ക് അക്കൗണ്ട് 25,000. അങ്ങനെയാണ് വരിക. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ അക്കൗണ്ടിന് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബാങ്കിൽ നിന്നാണ് പൈസ പോയത് എന്നുള്ളത് കൊണ്ട് ബാങ്കിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോ കമ്പ്യൂട്ടർ അക്കൗണ്ട് ഡെപ്റ്റർ ബാങ്ക് അക്കൗണ്ട് എന്നാണ് വരിക. ഇനി 6-ാം തീയതി ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഋത്തിക റുപ്പീസ് 60,000. ഋത്തിക്കന്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയതാണ്. ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ഋത്തിക റുപ്പീസ് 60,000. 60,000 രൂപയുടെ സാധനങ്ങൾ ഋത്തിക്കന്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി എന്ന് പറയുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? ആരാ പറയാ? തെറ്റിയാലൂടെ യാതൊരുവിധ പ്രശ്നമില്ല എന്ന് ആദ്യമേ അറിയിക്കുന്നു. ജേണൽ എൻട്രി എന്താ പറയാ? Bought goods on credit from Ritika rupees 60,000. Purchase account 60,000. Purchase account after Ritika. Account. Perfect answer. Very good. Bought goods എന്ന് പറഞ്ഞാലും purchased goods എന്ന് പറഞ്ഞാലും ജേണൽ എൻട്രി എന്താണ്? സെയിം ആണ്. ബോട്ട് ഗുഡ്സ് സാധനം വാങ്ങി, പർച്ചേസ്ഡ് ഗുഡ്സ് സാധനങ്ങൾ വാങ്ങി തന്നെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു ജേണൽ എൻട്രി എൻട്രി പർച്ചേസ് ആയിരിക്കും, ഉറപ്പായിരിക്കും. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിയതല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ വിളിക്കുക ഋത്തിക അക്കൗണ്ട് എന്നാണ്. പർച്ചേസ് അക്കൗണ്ട് ഋത്തിക അക്കൗണ്ട് 60,000 and 60,000. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ആഫ്റ്റർ ഋത്തിക അക്കൗണ്ട് 60,000 60,000. ജേണൽ എൻട്രി ഡിസംബർ 6 പർച്ചേസ് അക്കൗണ്ട് 60,000, ഋത്തിക അക്കൗണ്ട് 60,000. Next one. Next, 8th one, December 8. Cash sales 30,000. Cash sales 30,000. പൈസക്ക് വിറ്റു 30,000. Cash sales 30,000. എന്താ ജേണൽ എൻട്രി? ആരാ പറയാ ജേണൽ എൻട്രി എന്താ? Cash account to sale account. Cash account, sales account. അതന്നെ. Cash account after sales account എന്നാണ് പറയുക. കാരണം ക്യാഷ് വിൽക്കുന്ന സമയത്ത് ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻകവും ഇൻക്രീസ് ചെയ്യുന്നു. സോ ദ ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. Cash account, sales account, cash account 30,000, sales cash account after 30,000, sales account 30,000. Okay. Next 9, sold goods to Krishna on credit rupees 25,000. അടുത്തതും വിറ്റത് തന്നെയാണ്. സോൾഡ് ഗുഡ്സ് ടു കൃഷ്ണ ഓൺ ക്രെഡിറ്റ് റുപ്പീസ് 25,000. 25,000 രൂപക്ക് കൃഷ്ണക്ക് സാധനങ്ങൾ വിറ്റു എന്നാണ് പറയുന്നത്. കൃഷ്ണക്ക് സാധനങ്ങൾ വിൽക്കുമ്പോ ഹലോ ഉണ്ടല്ലോ അവിടെ, കൃഷ്ണക്ക് സാധനങ്ങൾ വിറ്റത് കടത്തിനാണ്, ക്രെഡിറ്റിനാണ്. അങ്ങനെ ആവുമ്പോ എന്താ ജേണൽ എൻട്രി വരിക? നേരത്തെ ക്യാഷിന് വിറ്റപ്പോ നമ്മൾ ഇങ്ങനെയാണ് എഴുതി വെച്ചത്,
ക്യാഷ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് എന്നാണ് എഴുതി വെച്ചത് അല്ലെ. ക്യാഷിന് വിറ്റപ്പോഴാണ് ക്യാഷ് അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് ജേണൽ എൻട്രി എഴുതി വെച്ചത്. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്ന് വിറ്റത് കൃഷ്ണക്ക് ആവുമ്പോ എന്താ ജേണൽ എൻട്രി വരിക അറിയോ? ആ ക്യാഷ് കിട്ടൂല, പകരം എന്ത് വരും? കൃഷ്ണയായിട്ട് മാറും. കൃഷ്ണ അക്കൗണ്ട് സെയിൽസ് അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി. അപ്പൊ 9 കൃഷ്ണ അക്കൗണ്ട് ഡെപ്റ്റർ 25,000, സെയിൽസ് അക്കൗണ്ട് 25,000. ഓക്കെ, ഇനി 9 നമ്മൾ പറഞ്ഞു. 12 ഇതായിരുന്നു. ക്യാഷ് പെയ്ഡ് ടു മൻസി ഓൺ അക്കൗണ്ട് ₹30,000. മൻസി എന്ന് പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു, അയാൾക്ക് കൊടുക്കാനുള്ള 30,000 എന്നാണ് പറയുന്നത്. പക്ഷെ മൻസിക്ക് എന്തെങ്കിലും വാങ്ങിയതായിട്ടൊന്നും മോളൊന്നും പറയുന്നില്ല. എന്തോ ആവട്ടെ, ജേണൽ എൻട്രി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ലോജിക് ഇല്ലാത്ത സാധനങ്ങൾ വന്നിട്ടുള്ളത്. ഞാനൊരു സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്ത് അങ്ങ് പേസ്റ്റ് ചെയ്താണ്, ഞാൻ ചെക്ക് ചെയ്തതും ഇല്ല. ഏതായാലും ക്യാഷ് പെയ്ഡ് ടു മൻസി ഓൺ അക്കൗണ്ട് ₹30,000 എന്ന് പറഞ്ഞാൽ മൻസിക്ക് നമ്മൾ പൈസ കൊടുത്തു എന്നാണ്. ഓൺ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞാല് ബാങ്ക് അക്കൗണ്ട് കൊടുത്തു എന്നൊന്നും അതിന് അർത്ഥമില്ല. അയാൾക്ക് കൊടുക്കാനുള്ള, അയാളുടെ അക്കൗണ്ടിൽ അയാൾക്ക് കൊടുക്കാനുള്ള എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മളെടുത്തൊരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ട് വഴി അയാൾക്ക് കൊടുക്കാനുള്ള 30,000 നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. അപ്പൊ എന്താ ജേണൽ എൻട്രി വരിക എന്ന് ചോദിച്ചാല്, മൻസി എന്ന് പറയുന്ന ഒരാള് നമ്മളുടെ നമ്മൾ കൊടുക്കാനുള്ള ആളല്ലേ, ലാബിലിറ്റി ആണ്. കൊടുക്കുന്നതിനനുസരിച്ച് ലാബിലിറ്റി കുറയാണ് ചെയ്യുക. ലാബിലിറ്റി കുറഞ്ഞാൽ ഡെബിറ്റ് ആണ്. അപ്പൊ ജേണൽ എൻട്രി ഇതാണ്, മൻസി അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട്. ജേണൽ എൻട്രി എഴുതേണ്ടത് ഇങ്ങനെയാണ്: ഡിസംബർ 12 തീയതി മൻസി അക്കൗണ്ട് ഡെപ്റ്റർ 30,000, ക്യാഷ് അക്കൗണ്ട് 30,000. And the next one, December 15, stationery purchased for cash ₹3,000. 15 stationery purchased for cash ₹3,000. 3,000 രൂപക്ക് സ്റ്റേഷനറി വാങ്ങി. സ്റ്റേഷനറി വാങ്ങുക എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ ജേണൽ എൻട്രി ഇങ്ങനെയാണ് വരിക. 15 ഡിസംബർ 15 സ്റ്റേഷനറി അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് എന്നാണ് വരിക. പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ മാത്രമേ ഒന്ന് പർച്ചേസ് വരുള്ളൂ. ഇവിടെ സ്റ്റേഷനറി ആണ്. അപ്പൊ സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ 3,000, ക്യാഷ് അക്കൗണ്ട് 3,000. സ്റ്റേഷനറി അക്കൗണ്ട് ഡെപ്റ്റർ 3,000, ക്യാഷ് അക്കൗണ്ട് 3,000. 3,000. ഓക്കെ. Then 16 പെയ്ഡ് വേജസ് ₹1,000. 1000 രൂപ കൂലി കൊടുത്തു എന്നാണ് പറയുന്നത്. പെയ്ഡ് വേജസ് ₹1,000. 1000 രൂപ കൂലി കൊടുത്തു. കൂലി കൊടുത്താൽ നേരത്തെ നമ്മൾ സാലറി കൊടുത്തിട്ടുണ്ട്, റെന്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ആസ്പെക്ട് ആണ് ഉണ്ടാവുക. ഒന്ന് വേജസ് അക്കൗണ്ട്, ഒന്ന് ക്യാഷ് അക്കൗണ്ട്. വേജസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് അത് ഡെബിറ്റ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഒരു അസറ്റ് ആണ്. അസറ്റ് കുറഞ്ഞതാണ്, അതുകൊണ്ട് ക്രെഡിറ്റ് ആണ്. അപ്പൊ ജേണൽ എൻട്രി ഇങ്ങനെ വരും: 16 wages account debtor 1,000, cash account 1,000. Wages account debtor 1,000, cash account 1,000. Then 20 check given to Ritika ₹28,000. റിതികക്ക് ചെക്ക് കൊടുത്തു എന്നാണ്. റിതികക്ക് 28,000 രൂപയുടെ ചെക്ക് കൊടുത്തു. ഓക്കെ, റിതികന്റെ അടുത്ത് നമ്മൾ 60,000 രൂപയുടെ സാധനം വാങ്ങിയിരുന്നു, അതിന് 28,000 ചെക്ക് കൊടുക്കാണ്. അപ്പൊ ഇങ്ങനെയാണ് വരിക: റിതിക എന്ന് പറയുന്ന ലാബിലിറ്റി കുറയുന്നു. ചെക്ക് കൊടുക്കുമ്പോൾ ബാങ്കിൽ നിന്നാണ് പൈസ പോവുക. ബാങ്കിൽ നിന്ന് പൈസ പോയാൽ ബാങ്കാണ് കുറയുക. അപ്പൊ ജേണൽ എൻട്രി ഇതാണ്: 20 ഡിസംബർ 20 റിതിക അക്കൗണ്ട് ഡെപ്റ്റർ 28,000, ബാങ്ക് അക്കൗണ്ട് 28,000. റിതിക അക്കൗണ്ട് ഡെപ്റ്റർ 28,000, bank account 28,000. Ritika 28,000, bank account 28,000. Ritika account after 28,000, bank account 28,000. Then 22 22
ക്യാഷ് റിസീവ്ഡ് ഫ്രം കൃഷ്ണ ഓൺ അക്കൗണ്ട് റുപ്പീസ് 15,000. ഇവിടെയും അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയതല്ല, കൃഷ്ണ തരാനുള്ള കണക്കിൽ 15,000 കിട്ടിയതാണ്, ക്യാഷ് കിട്ടിയതാണ്. ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടിയതാണ്, അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട്. ദെൻ കൃഷ്ണ എന്ന് പറയുന്ന ഒരാൾക്ക് നമ്മൾ പൈസ അയാൾ നമ്മൾ പൈസ ഇങ്ങോട്ട് തരാനുണ്ടായിരുന്നു, അയാൾ തരികയാണ്, അതുകൊണ്ട് അസറ്റ് കുറയും. ക്യാഷ് അക്കൗണ്ട്, കൃഷ്ണ അക്കൗണ്ട്. ജേണൽ എൻട്രി ഇതാണ്. ഡിസംബർ 22 ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ, കൃഷ്ണ അക്കൗണ്ട് 15,000 and 15,000. Cash account debtor 15,000, Krishna account 15,000. Cash account 15,000, Krishna account 15,000. And 24, 24ാം തീയതി ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക് റുപ്പീസ് 4,000. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക് റുപ്പീസ് 4,000 എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ചെക്ക് റുപ്പീസ് 4,000 എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് നമ്മൾ ഇൻക്രീസ് ചെയ്തതാണ്. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ്. ബാങ്കിൽ നിന്നല്ലേ പൈസ പോയത്, കാരണം ചെക്ക് കൊടുത്തതല്ലേ. ചെക്ക് കൊടുത്താൽ ബാങ്കിൽ നിന്നാണ് പൈസ പോവുക, അപ്പൊ ബാങ്കിൽ നിന്നാണ് കുറയുക. ബാങ്ക് എന്ന് പറയുന്ന അസറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ്. അപ്പൊ ജേണൽ എൻട്രി എന്താ വരിക? ഡിസംബർ 24 ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ 4,000, ബാങ്ക് അക്കൗണ്ട് 4,000 എന്നാണ് വരിക. ഓക്കെ, ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ 4,000, ബാങ്ക് അക്കൗണ്ട് 4,000. ഇൻഷുറൻസ് പ്രീമിയം അക്കൗണ്ട് 4,000, ബാങ്ക് അക്കൗണ്ട് 4,000. Then 28ാം തീയതി 28 rent paid by check rupees 3,000. 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 Okay, rent paid by check rupees 3,000. റെന്റ് കൊടുത്തു 3,000 രൂപ, ചെക്കാണ് കൊടുത്തത്. ഓക്കെ, അപ്പൊ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തതാണ്, ചെക്കാണ് കൊടുത്തത്, അതുകൊണ്ട് ബാങ്കിൽ നിന്നാണ് പൈസ പോവുക, ബാങ്ക് ഡിക്രീസ് ചെയ്യും. സോ ജേണൽ എൻട്രി ഡിസംബർ 28 റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 3,000, ബാങ്ക് അക്കൗണ്ട് 3,000. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 3,000, ബാങ്ക് അക്കൗണ്ട് 3,000. റെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ 3,000 and bank account debtor 3,000. Next one 29. Purchased goods on credit from Meena Traders rupees 20,000. Purchased goods on credit from Meena Traders rupees 20,000. Purchased goods on credit from Meena Traders rupees 20,000. 20,000 രൂപ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. നമ്മൾ എവിടുന്നാ പർച്ചേസ് ചെയ്തത്? മീന ട്രേഡേഴ്സ് എന്നാണ്. എങ്ങനെ പർച്ചേസ് ചെയ്തത്? കടത്തിനാണ്. അവിടെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും കടത്തിന് തന്നെയാണ് അത് കേട്ടോ. ഒരാളുടെ പേര് പറഞ്ഞാൽ ക്യാഷ് എന്ന് പറയുന്നില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. സോ ഇറ്റ് ഇസ് എ ക്രെഡിറ്റ് പർച്ചേസ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മീന ട്രേഡേഴ്സ് rupees 20,000. പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആസ്പെക്ട് പർച്ചേസ് ആയിരിക്കും, രണ്ടാമത്തത് പൈസ കൊടുത്തിട്ടില്ല, പകരം കടത്തിന് വാങ്ങിയതാണ്. കടത്തിന് വാങ്ങിയാൽ അതൊരു ബാധ്യതയാണ്. ബാധ്യത ഇൻക്രീസ് ചെയ്താൽ അത് ക്രെഡിറ്റ് ആയിരിക്കും. സോ ദ ജേണൽ എൻട്രി പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ജേണൽ എൻട്രി ഇങ്ങനെ വരും. December 29, date December 29, purchase account debtor 20,000, Meena account 20,000. Clear? Purchase account debtor 20,000, Meena account 20,000. Purchase account debtor 20,000, Meena account 20,000. And the last and final 30. 30ാം തീയതി second. Okay, last transaction. Hello, class la. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ട്രാൻസാക്ഷൻ പറഞ്ഞത് ക്യാഷ് സെയിൽസ് ആണ് rupees 14,000.
പൈസക്ക് വിറ്റു 14,000 പൈസക്ക് വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദ ഡേറ്റ് ഇത് ആദ്യം December 30. ക്യാഷ് സെയിൽ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ജേണൽ എൻട്രി എന്താ? ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, സെയിൽസ് എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുന്നു. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ സെയിൽസ് അക്കൗണ്ട് എന്നാണ്. ജേണൽ എൻട്രി ഇതാണ് December 30 ഡേറ്റ്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 14,000, സെയിൽസ് അക്കൗണ്ട് 14,000, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ 14,000, സെയിൽസ് അക്കൗണ്ട് 14,000. ഓക്കെ, ക്ലിയർ? ഇതിനൊക്കെ നരേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ എഴുതണം, ഒരു ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതണം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന, എന്താണോ ട്രാൻസാക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ട്രാൻസാക്ഷൻ ദാറ്റ് ഈസ് കോൾഡ് നരേഷൻ. അതിനാണ് നമ്മൾ നരേഷൻ എന്ന് പറയുക. അപ്പൊ അത് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പൊ ജേണൽ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ട്. ജേണൽ എൻട്രി നമ്മൾ എഴുതി. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ഏരിയ എടുക്കാനുള്ളത്, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളത് പുതിയൊരു ഏരിയയിലേക്ക് പോവുകയാണ് നമ്മൾ. അക്കൗണ്ടിങ് ഈസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. പിന്നെയാണ് സമ്മറൈസിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യലായിരുന്നു. റെക്കോർഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ജേണലിൽ നമ്മൾ എഴുതി വെച്ചത്. എന്ത് എഴുതി വെച്ചു? ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ ആ നടക്കുന്നതിനനുസരിച്ച് ഹാപ്പൻ വൈസ് സംഭവിക്കുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് എഴുതി വെച്ചു? ഒന്നാമതായിട്ട് ഷട്ടർ തുറന്ന ഉടനെ ഒരു പർച്ചേസ് നടന്നാൽ നമ്മൾ അവിടെ എഴുതി വെച്ചു പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് 10 എഴുതി വെച്ചു. അത് കഴിഞ്ഞ ഒരു സെയിൽസ് ആണ് നടന്നെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സെയിൽസ് അക്കൗണ്ട് എഴുതി വെച്ചു. പിന്നെ നമ്മൾ വാടക കൊടുത്തതാണെങ്കിൽ റെന്റ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എഴുതി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ സാലറി കൊടുത്തതാണെങ്കിൽ സാലറി അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എഴുതി വെച്ചു. അങ്ങനെ സംഭവിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ എഴുതി 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 പോയതാണ് ജേണൽ എന്ന് പറയുന്ന ബുക്ക്. ക്ലിയർ അല്ലേ? ജേണൽ എൻട്രിയിൽ നമ്മൾ അങ്ങനെയാണ് എഴുതി വെച്ചത്. അവിടെ ചില ക്വസ്റ്റ്യൻസിന് വി ആർ വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ പറയാൻ കഴിയില്ല. നമ്മളോട് ചോദിക്കാണ് ഹൗ മച്ച് ഈസ് അവർ ക്രെഡിറ്റ് സെയിൽസ്, അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് അവർ സെയിൽസ്. ഇന്നത്തെ അല്ലെങ്കിൽ ഇതുവരെയുള്ള സെയിൽസ് എത്രയാണ്? ഒരുപാട് സെയിൽസ് നടന്നിട്ടുണ്ടാവും. അതൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ എഴുതി വെച്ചതായിരിക്കും. നടക്കുന്നതിനനുസരിച്ച് എഴുതി വെച്ചതല്ലേ. ഈ പർച്ചേസിന്റെ ഇടയിലൊക്കെ ഒരു സെയിൽസ് ഉണ്ടാവും, റെന്റ് കൊടുത്തതിന്റെ ഇടയിൽ ഒരു സെയിൽസ് ഉണ്ടാവും. അപ്പോ അത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റും, പക്ഷേ ഇറ്റ് റിക്വയർ സം ടൈം, സമയം എടുക്കും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ആൻസർ എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. അതുകൊണ്ട് അതിനൊരു പകരമായിട്ട് അതിന്റെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ദ സെക്കൻഡ് ഡ്യൂട്ടി ഓഫ് എൻ അക്കൗണ്ടന്റ് ഈസ് ടു ക്ലാസിഫൈ ദ റെക്കോർഡഡ് ഡാറ്റ. ജേണലിൽ എഴുതി വെച്ച ഡാറ്റാസിനെ നമ്മൾ വേറെ വേറെ ബുക്കുകളിലാക്കിയിട്ട് എന്ത് ചെയ്യും? ക്ലാസിഫൈ ചെയ്യും. ആ ക്ലാസിഫിക്കേഷൻ ഡൺ ഇൻ ദ ബുക്സ് ഇറ്റ് ഈസ് കോൾഡ് ലെഡ്ജർ. ജേണൽ എന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ബുക്കിന്റെ പേര്. അതിലാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതിയത്. എന്നിട്ട് ഇതിൽ നമ്മളൊന്ന് മാറ്റി എഴുതും ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക്. എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ സെപ്പറേറ്റ് പേജിലേക്ക് എഴുതി വെക്കും. ഇപ്പൊ സെയിൽസ് ഒക്കെ ഒരു പേജിൽ എഴുതി വെക്കും, പർച്ചേസ് ഒക്കെ വേറൊരു പേജിൽ എഴുതി വെക്കും, മോഹനുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ വേറൊരു പേജിൽ എഴുതി വെക്കും, മനോഹരനുമായി ബന്ധപ്പെട്ട പേജ് മനോഹരൻ എന്ന് പറയുന്ന ഒരു പേജ് അവിടെ ഉണ്ടാവും, അവിടെ എഴുതി വെക്കും. റെന്റ് എന്ന് പറയുന്ന ഒരു പേജ് അവിടെ ഉണ്ടാവും, റെന്റ് അവിടെ എഴുതി വെക്കും. സെയിൽസ് എന്ന് പറയുന്ന വേറൊരു പേജ് ഉണ്ടാവും, അത് അവിടെ എഴുതി വെക്കും. സാലറിയുടെ വേറൊരു പേജ് ഉണ്ടാവും, അത് അവിടെ എഴുതി വെക്കും. അങ്ങനെ വന്ന സമയത്ത് എന്താന്ന് വെച്ചാൽ എത്ര രൂപ റെന്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ തെരഞ്ഞ് പരതി നടക്കണ്ട. ദെൻ വി ആർ ജസ്റ്റ് ഗോ ടു ദ റെന്റ് അക്കൗണ്ട്, റെന്റിന്റെ പേജിൽ പോവാ, ജസ്റ്റ് അതൊന്ന് ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ആൻസർ. അപ്പൊ അങ്ങനെ ആൻസർ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫൈ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. ഇനി എന്താണ് ലെഡ്ജർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഓ കാണുന്നുണ്ട്. ഓക്കെ. ഒരു സെക്കൻഡ്.
ഇതാണ് ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ്. ഈ ബുക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ഇനി എഴുതി വെക്കുക ലെഡ്ജർ. ഓക്കെ, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എൻട്രീസ് ഫ്രം ദ ജേണൽ ടു ദ ലെഡ്ജർ, ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതൊരു അക്കൗണ്ട് ആണ്. ഇങ്ങനെ എല്ലാ സംഭവങ്ങൾക്കും ഓരോ പേജുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നമ്മുടെ ടേബിളിന്റെ മുകളിൽ ഒരു ജേണൽ എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ടാവും, പിന്നെ ഒരു ബുക്ക് ഉണ്ടാവുക ലെഡ്ജർ എന്ന് പറയുന്ന ബുക്ക് ആയിരിക്കും. ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എത്രയും വളരെ സിംപ്ലി ഞാൻ പറയാം, ഇത്രയേ ഉള്ളൂ. ഓരോ അക്കൗണ്ടുകൾക്കും ഓരോ പേജ് ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ക്യാഷിന് ഒരു പേജ് ഉണ്ടാവും, ഒരു വലിയ പേജ് ആയിരിക്കും, കാരണം ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് നടക്കുമല്ലോ. ക്യാപിറ്റലിന് വേറൊരു പേജ് ഉണ്ടാവും, പർച്ചേസിന് വേറൊരു പേജ് ഉണ്ടാവും, സെയിൽസിന് വേറൊരു പേജ് ഉണ്ടാവും, മനോഹരന് വേറെ പേജ് ഉണ്ടാവും, ഗോപാലിന് വേറെ പേജ് ഉണ്ടാവും, റെന്റിന് വേറെ പേജ് ഉണ്ടാവും, സാലറിക്ക് വേറെ പേജ് ഉണ്ടാവും, കമ്മീഷന് വേറെ പേജ് ഉണ്ടാവും. എല്ലാത്തിനും സെപ്പറേറ്റ് പേജ്. That means the similar nature of items will be together we are transferring to a separate page, that is known as ledger. ഒരേപോലെയുള്ള ട്രാൻസാക്ഷൻസിനെ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് എഴുതി വെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ലെഡ്ജർ എന്ന് പറയുക. ഓക്കെ, അപ്പൊ ലെഡ്ജറിന്റെ ഒരു ഫോർമാറ്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഫസ്റ്റ് രണ്ട് സൈഡ് ഉണ്ടാവും, ഒരേ സാധനം റിപ്പീറ്റ് ചെയ്യാണ് നോക്കുക. ആദ്യത്തെ സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലർ, JF ജേണൽ ഫോളിയോ എന്നാണ് പറയുക, എമൗണ്ട്. ഇത് തന്നെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ സൈഡിൽ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF ആൻഡ് എമൗണ്ട്. ഓക്കെ, രണ്ട് സൈഡാണ് ഉണ്ടാവുക. ഈ സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നാണ് പറയുക. ഫസ്റ്റ് സൈഡിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്നാണ് പറയുക. ഈ സൈഡില്ലേ, ഈ സൈഡ്, ഇതിനെ നമ്മൾ ഡെബിറ്റ് സൈഡ് എന്ന് പറയും. ഇത് ഡെബിറ്റ് സൈഡ് ആണ്. ഇതേ സംഭവങ്ങൾ എന്നുള്ള മറ്റേ സൈഡിന്റെ പേര് ക്രെഡിറ്റ് സൈഡ് എന്നാണ്. ഓക്കെ, തുടങ്ങുന്ന സൈഡ് ഡെബിറ്റ് സൈഡ് ആയിരിക്കും, തീരുന്ന സൈഡ് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. രണ്ട് സൈഡിന്റെയും ഫോർമാറ്റ് സെയിം ആണ്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JF എമൗണ്ട്. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JF എമൗണ്ട്. JF എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ജേണൽ എഴുതിയെടുത്ത് ഒരു LF എഴുതിയിരുന്നു ഇല്ലേ, അതിന്റെ ഫുൾ ഫോം ലെഡ്ജർ ഫോളിയോ നമ്പർ എന്നായിരുന്നു, വെറുതെ ബ്ലാങ്ക് ഇട്ടതാണ്. ഇവിടെയും അതേപോലെ ഒരു കോളം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. JF എന്നാണ് അതിന്റെ പേര്, ജേണൽ ഫോളിയോ നമ്പർ. എന്ന് പറഞ്ഞാൽ ഈ പേജിന്റെ നമ്പർ നമ്മൾ അവിടെ എഴുതി വെക്കും, ആ പേജിന്റെ നമ്പർ ഇവിടെ എഴുതി വെക്കും. ഏതെങ്കിലും തരത്തിലുള്ള ക്രോസ് മാച്ചിങ്, ക്രോസ് ചെക്കിംഗ് ഒക്കെ വേണ്ടി വന്നാൽ ആ പേജ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ DR എന്ന് എഴുതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. DR എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ആണെന്ന് മോളിൽ എഴുതി വെക്കുക, ചെറുതായിട്ട് എഴുതി വെച്ചാൽ മതി DR. ഇവിടെ ഒരു CR എന്ന് എഴുതിയത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ക്രെഡിറ്റ് സൈഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുകയാണ്. ഇവിടെ ഒരു DR, ഇവിടെ ഒരു CR. ബാക്കി ഫോർമാറ്റ് ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെക്കുക. ഇത് ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JF കോളം, എമൗണ്ട് കോളം. ഇത് ഡെബിറ്റ് സൈഡ്, ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, JF എമൗണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ ഡെബിറ്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ജേണലിൽ എഴുതിയിട്ട് ഈ സംഭവം ഈ ഫോർമാറ്റ് ഞാൻ ക്ലാസ്സിലായിരുന്നു, അതെടുക്കാത്ത ഉമ്മന്റെ കൊണ്ട് കൊടുക്കണോ? ഉമ്മനോട് പറയും ക്ലാസ്സിലാണ്, ഫോൺ എടുക്കൂലെന്ന്. ഇതൊന്ന് എഴുതിയെടുത്തോളൂ കേട്ടോ, ഇതൊന്ന് എഴുതിയെടുക്കും. എഴുതി വരച്ചു കഴിഞ്ഞാലൊന്ന് പറയണേ.
AMT അറിയുന്നുണ്ടോ സാറേ? ഓക്കെ മക്കളെ കഴിഞ്ഞോ? ഹലോ ഹലോ സാറേ ഈ AMT എന്താ? എമൗണ്ട് AMT ചെറുതാക്കി എഴുതിയതാണ്, എമൗണ്ട് ആണ് കേട്ടോ. ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല. ലെഡ്ജറിന്റെ പോസ്റ്റ് പ്രൊമോഷൻ ആ മറ്റേന്റെ യെസ് ജേർണൽ ഇത് വലിയ ഫസ്റ്റ് നമ്മൾ ബിസിനസ് വലുതാവുമ്പോ അതിനെ പറ്റി എഴുതാൻ വേണ്ടിട്ടാ. എങ്ങനെ ബിസിനസ് ഒന്നുകൂടി വലുതാവുമ്പോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതാ? അല്ല ബിസിനസ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ ആദ്യം നമ്മൾ ജേർണലിൽ എഴുതും, എന്നിട്ട് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യും, എന്നിട്ട് ഇതിന്റെ ബാലൻസ് എടുത്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഇത് എഴുതിയല്ലോ അല്ലേ? ഹലോ ഒരു ജവാബും ഇല്ലല്ലോ പഠിച്ചോനെ. എഴുതിയില്ലേ? ഓക്കെ. ചില ആൾക്കാർ ആ നീല കളറൊക്കെ അടിക്കുന്നുണ്ടോന്നൊരു സംശയം, അത്രയും സമയം എടുക്കണ എന്താ? ഓക്കെ, അപ്പോ ഇതിലെങ്ങനെയാണ് നമ്മൾ ഇനി എഴുതുക എന്നുള്ളതാണ് ഇനിയുള്ള അടുത്ത ചോദ്യം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഇതിൽ ജസ്റ്റ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മൗസിൽ ഒന്ന് വരച്ചിട്ട് ഞാൻ ഒന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ പ്രസന്റേഷനിലേക്ക് പോകാം. ഓക്കെ, ഒരു ജേർണൽ എൻട്രി ഉണ്ടായിന്ന് വിചാരിക്കാം, ഓക്കെ. 2021 ജനുവരി 1-ാം തീയതി സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹1 lakh എന്ന് വിചാരിക്കുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ₹1 lakh. അപ്പൊ എന്താ ജേർണൽ എൻട്രി വരിക? ക്യാഷ് അക്കൗണ്ട്, അങ്ങനല്ലേ? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നൊക്കെ നമ്മൾ എഴുതിയിട്ട് എന്ത് ചെയ്യും? 1 lakh എന്ന് എഴുതി വെക്കും അല്ലെ? ഇത് 1 ലക്ഷം എന്നാണ്, 1 lakh. അത് കഴിഞ്ഞിട്ട് ക്യാപിറ്റൽ ഉണ്ടാവും അല്ലെ? ഇതിന് നേരെ താഴെയാണോ നമ്മൾ ക്യാപിറ്റൽ എഴുതി വെക്കുക? ഹലോ, കുറച്ചും കൂടെ നീക്കി സ്പേസ് ഇട്ടിട്ട് നമ്മൾ എന്ത് എഴുതി വെക്കും? ക്യാപിറ്റൽ എന്ന് എഴുതി വെക്കും അല്ലെ? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് ഇവിടെയും നമ്മൾ 1 ലക്ഷം എന്ന് ക്രെഡിറ്റ് സൈഡിൽ എഴുതി വെക്കും. ഓക്കെ, ഇതാണ് ജേർണൽ എൻട്രി. ക്ലിയർ അല്ലേ? ഹലോ, എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഇത് ജേർണൽ എൻട്രി നമ്മൾ ജേർണലിൽ നമ്മൾ ഇത് എഴുതി വെക്കേ, ഈ സാധനം നമ്മൾ ജേർണലിൽ എഴുതി വെക്കും. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഇതാണ്, ജേർണൽ എഴുതി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. ലെഡ്ജർ ഏതാണ്? ലെഡ്ജർ ഇതാണ്, ഈ ഫോർമാറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ ഓരോ പേജ് ഉണ്ടാവും. ഈ പേജിന്റെ പേര് ക്യാഷ് അക്കൗണ്ട് എന്നായിരിക്കും. ക്യാഷ് അക്കൗണ്ട്, ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട്, ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് മോളാണ് സെന്ററിൽ എഴുതിയിട്ടുണ്ടാവും. ക്യാഷ് അക്കൗണ്ട് ഇത് ക്യാഷ് എഴുതാൻ മാത്രമുള്ള ഒരു പേജാണ്. ഇതുകൊണ്ട് മറിച്ചാൽ അടുത്ത പേജ് എന്തായിരിക്കും? ക്യാപിറ്റലിന്റെ പേജ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് എങ്ങനെയാ നോക്കാം. ജേർണൽ എൻട്രി എഴുതി കഴിഞ്ഞാൽ ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മൾ ആദ്യം ഈ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിലും പോയി പോസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം. ക്ലിയർ? ഹലോ, നമ്മൾ ഈ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലും പോസ്റ്റ് ചെയ്യണം, ലെഡ്ജറിലും പോസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ എന്ന ലെഡ്ജറിലും പോസ്റ്റ് ചെയ്യണം. ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ എത്ര രൂപ ക്യാഷ് ഉണ്ടെന്ന് ചോദിച്ചാൽ ക്യാഷ് അക്കൗണ്ടിന്റെ പേജിൽ വന്ന് കണക്കൂട്ടി നോക്കിയാൽ മതി. എത്ര ക്യാപിറ്റൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ടിൽ പോയിട്ടാണ് നോക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് അക്കൗണ്ടിലും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ സംഭവം എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എങ്ങനെയാണ് എഴുതി വെക്കുക എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ആദ്യം നമ്മൾ ജേർണലിൽ പോയിട്ട് ജേർണൽ എൻട്രി ഇത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ലെഡ്ജറിന്റെ ബുക്ക് എടുക്കും. ലെഡ്ജറിൽ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.
അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യമാണ്. കാരണം ജേണൽ കഴിഞ്ഞാൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അതെങ്ങനെയാ നോക്കാം. ജസ്റ്റ് ലിസൺ. ക്യാഷ് അക്കൗണ്ട് അല്ലേ, ക്യാഷ് അക്കൗണ്ടിലേക്കല്ലേ നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഇവിടെ ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ഉറപ്പല്ലേ? ആദ്യം എഴുതുന്നത് ഡെബിറ്റ് ആയിരിക്കും, രണ്ടാമത് എഴുതുന്നത് ക്രെഡിറ്റ് ആയിരിക്കും. ക്യാഷ് അക്കൗണ്ടിൽ ആദ്യം എഴുതിയത് ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷിന്റെ ഈ സൈഡിലാണ് എഴുതി വെക്കുക. കാരണം എന്താ? ഇതാണ് ഡെബിറ്റ് സൈഡ്. ഏത് അക്കൗണ്ടിലേക്കാണോ നമ്മൾ എഴുതുന്നത്, ക്ലിയർ? ഹലോ, എന്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് അക്കൗണ്ട് ആണ് നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നമ്മൾ നോക്കാം. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണെന്ന് മനസ്സിലായി, ആദ്യത്തെ ലൈനിലാണ് എഴുതിയത്. അതുകൊണ്ട് നമ്മൾ ഈ സൈഡിൽ ഇവിടെയാണ് എഴുതി വെക്കുക. ഇതാണ് ഡെബിറ്റ് സൈഡ്, ഈ സൈഡാണ് ഡെബിറ്റ് സൈഡ്. ഇവിടേക്ക് എഴുതി വെക്കാൻ പോവാണ്. ഈ സൈഡിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമ്മൾ ഡേറ്റ് എഴുതി ആദ്യം. ജനുവരി ഓക്കെ, എഴുത്ത് നോക്കണ്ട കേട്ടോ. ജനുവരി 1-ാം തീയതി, ജനുവരി 1 ഡേറ്റ് എഴുതി. ഓക്കെ, ഇനി പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എന്താണ് എഴുതാന്ന് ചോദിച്ചാൽ the name of another aspect should be entered in the particulars column എന്നാണ് പറയുക. ക്യാഷിന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന എൻട്രി ഏതാണോ ആ പേരാണ് ഇവിടെ എഴുതി വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ക്യാഷിന്റെ കൂടെ നിൽക്കുന്ന അനദർ ആസ്പെക്ട്, മറ്റേ ആസ്പെക്ടിന്റെ പേരെന്താണ്, അതാണ് ഇവിടെ എഴുതി വെക്കുക. ക്യാഷ് അക്കൗണ്ടിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് എന്താണ്? എന്താ? ഹലോ, എന്താ ക്യാഷിന്റെ കൂടെ ഒട്ടി നിൽക്കുന്ന പേരെന്താ? ക്യാപിറ്റൽ. ക്യാഷിന്റെ കൂടെ നിൽക്കുന്നത് ക്യാപിറ്റൽ അല്ലേ? അപ്പൊ ഇവിടെ പെർട്ടിക്കുലർ കോളത്തിൽ നമ്മൾ എഴുതി വെക്കുക ക്യാപിറ്റൽ എന്നാണ് എഴുതി വെക്കുക. ക്യാപിറ്റൽ. ക്യാപിറ്റൽ എഴുതി വെക്കും. എമൗണ്ട് എത്രയാ? 1,00,000. എമൗണ്ട് ഈ എമൗണ്ട് ആണ് എഴുതി വെക്കുക. രണ്ട് സെയിം എമൗണ്ട് തന്നെയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ക്യാഷിന്റെ നേരെയുള്ള എമൗണ്ട് ആണ് എഴുതി വെക്കേണ്ടത്. 1,00,000. ഓക്കെ, പിടുത്തം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്യാഷ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റി എഴുതുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റോ ക്രെഡിറ്റോ നോക്കാം. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ നേരെ ഈ ഡെബിറ്റ് സൈഡിൽ വന്ന് എഴുതാൻ പോവാണ്. ആദ്യം ഡേറ്റ് എഴുതി, പിന്നെ പെർട്ടിക്കുലർ കോളത്തിൽ എഴുതിയത് എന്താന്ന് ചോദിച്ചാൽ ക്യാഷിന്റെ കൂടെയുള്ളത് എന്താണോ അതാണ് എഴുതി വെക്കുക. ക്യാഷിന്റെ കൂടെയുള്ളത് എന്താണോ അതാണ് എഴുതി വെക്കുക. ക്യാഷിന്റെ കൂടെയുള്ളത് ഇവിടെ ക്യാപിറ്റൽ ആണ്, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതി വെച്ചു, ക്യാപിറ്റൽ എഴുതി വെച്ചു. എമൗണ്ട് 1 lakh എഴുതി വെച്ചു. JF കോളത്തിൽ തൽക്കാലം ഒന്നും എഴുതാനുണ്ടാവില്ല. ഇങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ആസ്പെക്ട് നമ്മൾ പോസ്റ്റ് ചെയ്തു. ഏത്? ക്യാഷ് അക്കൗണ്ട് പോസ്റ്റ് ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. അപ്പൊ ഈ ക്യാഷ് അക്കൗണ്ട് പോലെ തന്നെ വേറൊരു പേജ് ഉണ്ടാവും. വേറൊരു പേജ് ഇതാണെന്ന് നോക്കിക്കോളൂ. വേറൊരു പേജിന്റെ പേരെന്താ? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേജ് ഉണ്ടാവും. അതെടുക്കുക. ആ ക്യാപിറ്റൽ അക്കൗണ്ട് നിങ്ങൾ വേറെ വരക്കണം കേട്ടോ. അതിന് ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പോൾ ജേണൽ എൻട്രി ഇങ്ങനെയായിരുന്നു. ക്യാഷ് അക്കൗണ്ട് 1 lakh, ക്യാപിറ്റൽ അക്കൗണ്ട് 1 lakh എന്നായിരുന്നു അല്ലേ? അപ്പൊ ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ ചോദിക്കും, ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ഹലോ, ഈ ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ? ക്രെഡിറ്റ്. ക്രെഡിറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതി വെക്കുക. ഇനി ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങോട്ട് പകുതിയിൽ ഇങ്ങോട്ടുള്ള സൈഡാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് എഴുതി വെക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ആദ്യം വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഡേറ്റ് എഴുതി വെക്കും, January 1. പെർട്ടിക്കുലർ കോളത്തിൽ എന്തായിരിക്കും എഴുതി വെക്കുക? ആരാ ഒന്ന് പറയാം. പെർട്ടിക്കുലർ കോളത്തിൽ എന്താ എഴുതി വെക്കുക? ക്യാഷ്. ദ നെയിം ഓഫ് അനദർ ആസ്പെക്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിന്റെ കൂടെ ഒട്ടി നിൽക്കുന്നത് ആരാണോ അയാളുടെ പേരാണ് എഴുതി വെക്കുക. ക്യാപിറ്റലിന്റെ കൂടെ ഉള്ളത് ക്യാഷ് അല്ലേ? അപ്പൊ നമ്മൾ ക്യാഷ് എന്ന് എഴുതി ഇവിടെ എഴുതി വെക്കും. ക്യാഷ് ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? 1 lakh. 1 lakh എന്ന് എഴുതി വെക്കും. ക്ലിയർ? അപ്പൊ ഒരു ജേണൽ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തു. ഇങ്ങനെ പറഞ്ഞാൽ ഒരു 10-30 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ
30 ജേണൽ എൻട്രിയിൽ 2 ആസ്പെക്ട് വീതം എന്ന് പറയുമ്പോൾ 60 ജേണൽ എൻട്രികൾ ഉണ്ടാവും ഇല്ലേ? 60നും ഇങ്ങനെ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മളെ നോട്ട്ബുക്ക് അത് മതിയാവില്ല. കാരണം ഇതൊക്കെ വരച്ചിങ്ങനെ ഉണ്ടാക്കണ്ട, ഓരോന്നും ഇങ്ങനെ വരച്ചോണ്ടേ ഇരിക്കണം. ഇവിടെ റിപ്പീറ്റ് ചെയ്താൽ വേറെ വരക്കണ്ട കേട്ടോ. അപ്പൊ ഇനി അടുത്തതിൽ പർച്ചേസ് അക്കൗണ്ട് എത്തിയിട്ട് ക്യാഷ് അക്കൗണ്ട് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന് ഇനി വരക്കണോ? വേണ്ട. നിലവിൽ നമുക്കൊരു ക്യാഷ് അക്കൗണ്ട് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് എഴുതിയാൽ മതി. പർച്ചേസിന് വേറെ ഒന്നുകൂടി വരക്കേണ്ടി വരും. അങ്ങനെ ഇല്ലാത്തത് നമ്മൾ ഓരോ അക്കൗണ്ടുകൾ നമ്മൾ വരച്ചിട്ടാക്കേണ്ടി വരും. അങ്ങനെയാണ് ഇത് എഴുതി വെക്കുക. ഓക്കെ, ക്ലിയർ? ഹലോ നിങ്ങൾ പോയോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത ഇതിലേക്ക് പോവാം. ഇതൊന്ന് ക്ലോസ് ചെയ്താട്ടെ. എങ്ങനെയാണ് ഇത് നമ്മളിപ്പോ പറഞ്ഞ തന്നെ ഒരു പ്രസന്റേഷനിലൂടെ ഞാൻ ഒന്നുകൂടി കാണിക്കാണ്. ക്യാഷ് അക്കൗണ്ട് എത്തിയ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 50,000 2008 ഓഗസ്റ്റ് 25 നടന്നൊരു സംഭവമാണ്. നമ്മൾ എങ്ങനെയാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക നോക്കാം നമുക്ക്. ഇത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് ഇവിടെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ഡെബിറ്റ് സൈഡ് ആണ്, ഇത് ക്രെഡിറ്റ് സൈഡ് ആണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ക്യാഷ് അക്കൗണ്ടിലേക്ക് എഴുതാൻ നോക്കുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് ഏതാണ് നോക്കുക. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ നോക്കുക. ക്യാഷ് അക്കൗണ്ട് എന്താണ്? ഡെബിറ്റ് ആണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ഇതാണ് അല്ലെ? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഇതാണ്. അവിടത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എൻ്റർ യുവർ ഡേറ്റ് ഹിയർ. ഇവിടെ ഡേറ്റ് എഴുതി വെക്കും. നമ്മൾ ഡേറ്റ് എഴുതി 2008 ഓഗസ്റ്റ് 25. ഇനി പെർട്ടിക്കുലർ കോളത്തിൽ എന്താ എഴുതേണ്ടത്? എൻ്റർ ദ അക്കൗണ്ട് ടു ബി ഡെബിറ്റഡ്. ഓക്കെ, എന്താണോ ഡെബിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ആലോചിക്കേണ്ടത്. ഓപ്പോസിറ്റ് അക്കൗണ്ട് ഓഫ് ക്യാഷ് ഇൻ ദ ജേണൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്നുള്ളതാണ് നമ്മൾ അവിടെ എഴുതി വെക്കേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ ക്യാപിറ്റൽ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട്. എമൗണ്ട് നമുക്കറിയാം 50,000 ആണ്. 50,000 എഴുതി. ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. ഡേറ്റ് എഴുതി, പർട്ടിക്കുലർ കോളത്തിൽ ക്യാപിറ്റൽ എഴുതി, എമൗണ്ട് കോളത്തിൽ 50,000 എന്ന് എഴുതി. ഓക്കെ, ഇനി നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ട് ഇവിടെ ക്രെഡിറ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ സി സൈഡിലേക്കാണ് വരേണ്ടത്. ഈ സൈഡിലേക്ക് വന്നു. 2008 ഓഗസ്റ്റ് 25. ഇവിടെ എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ആണ് ഇങ്ങോട്ട് മാറ്റി ചെയ്തു. നമ്മൾ ക്യാഷ് അക്കൗണ്ട് 50,000 എഴുതി. ഓക്കെ, ഇത്രയാണ്. ഇങ്ങനെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് എഴുതുക. നമ്മൾ പറഞ്ഞല്ലോ അത്. ഇതാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു രൂപം. ഇനി നമുക്കൊന്ന് ഒരു ട്രാൻസാക്ഷൻ നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇത്രയും മതി, നമ്മൾ അവസാനിപ്പിക്കാം. ഇനി ഏകദേശം പോസ്റ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു 5 ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് ഗ്രൂപ്പിലേക്ക് ഇടാം. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അക്കൗണ്ടൻസിന്റെ ഗ്രൂപ്പിൽ ഒരു 5 ട്രാൻസാക്ഷൻസ് ഞാൻ നൽകാം. ഓക്കെ, 5 ട്രാൻസാക്ഷൻസ് ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സിമ്പിൾ ആയിട്ടുള്ള 5 ട്രാൻസാക്ഷൻ നൽകാം. 5 ട്രാൻസാക്ഷനിൽ നിങ്ങൾ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ 5 ട്രാൻസാക്ഷന്റെയും ജേണൽ എൻട്രി ഒന്ന് രേഖപ്പെടുത്തണം. 5 ട്രാൻസാക്ഷന് ജേണൽ എൻട്രി ഉണ്ടാവുമല്ലോ. ആ 5 നമ്മൾ ലെഡ്ജറിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ക്ലിയർ? റെഡി? ഹലോ, റെഡി അല്ലേ? 5 ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ 5 ട്രാൻസാക്ഷന് 2 ആസ്പെക്ട് വീതം 10 ആസ്പെക്റ്റുകൾ ഉണ്ടാവും. പക്ഷെ എല്ലാത്തിനും ലെഡ്ജർ ആവശ്യം ഉണ്ടാവില്ല. കോമൺ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിന് 1 മതി. ക്യാഷ് അക്കൗണ്ടിന് 1 മതി. അതിലേക്കാണ് എല്ലാം എഴുതി വെക്കുക. അതെങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ആൻസർ ചെയ്യാം. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ 5 ട്രാൻസാക്ഷൻസ് ഇപ്പൊ തരും. അത് ഇപ്പം തന്നെ ഈ ഇരിപ്പിൽ തന്നെ എഴുതിക്കോളൂ. 5 ജേണൽ എൻട്രി എഴുതുക. അത് കഴിഞ്ഞിട്ട് ലെഡ്ജറിലേക്ക് മെല്ലെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുക. ഓക്കെ, 5ഉം വേണ്ട, ഒരു 4 മതി. ഓക്കെ, 1 ഒഴിവാക്കാം. റെഡി? വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. ഇല്ലല്ലോ? ഓക്കെ, ഈ ഓൺലൈൻ ക്ലാസ്സിന് കുറെ പരിമിതികൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കുറെ ആൾക്കാർ ലൈനിൽ എത്തുന്നില്ല. നമുക്ക് എന്തായാലും ക്ലാസ്സിൽ വരാനാവുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ വന്നിട്ട് ഒരു 2 ആഴ്ച നിങ്ങൾ ഉണ്ടെങ്കിൽ ഈ ജേണലും ലെഡ്ജറും ക്യാഷ് അക്കൗണ്ടും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലാസ്സിൽ വന്നിരുന്നിട്ട് പഠിപ്പിക്കാനാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ, അഥവാ പറ്റില്ലെങ്കിൽ ഇത് തന്നെ പഠിക്കുക തന്നെ വേണം.
അപ്പോൾ കിട്ടുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മാക്സിമം ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഇതിൽ പേര് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പേര് പെട്ടെന്ന് റീനെയിം ചെയ്യുക. ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ഒരു ഐഫോൺ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ പേര്? ഓക്കെ റെഡി. അപ്പോൾ വേറെ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു അല്ലേ? ഫാത്തിമ ഹിബ. ഓക്കെ റെഡി. അപ്പം ഞാൻ ക്ലോസ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടോ? ഇല്ലല്ലോ. ഇന്ന് കുറേ ആളുകൾ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൻ്റെ. അതിൻ്റെ ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, നാളെ എങ്ങാനും ഒന്ന് ഏതെങ്കിലും ഒരു യൂട്യൂബിലേക്ക് ഏതെങ്കിലും അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു.